ഹായ് ഹലോ അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ വന്നിട്ട് കുറച്ച് മോർണിംഗ് റുട്ടീനും കാര്യങ്ങളും അതുപോലെ ക്ലീനിങ്ങും എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. കൂടെ തന്നെ മടി എന്ന് പറയുന്ന ഒരു സംഭവം മാറ്റിയെടുക്കാനുള്ള കുറച്ച് ടിപ്സ് കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടിയിട്ട് നോക്കുക. ചെറിയ അർജൻറ്റായിട്ട് പോകാണ്ടായതുകൊണ്ട് തന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് വേണ്ട കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ചൊന്ന് നേരം വൈകിട്ടാണ് കിച്ചണിലോട്ട് വന്നിട്ടുള്ളത്. ആദ്യം തന്നെ ചായക്കുള്ള വെള്ളം വെച്ച് കൊടുത്തു കേട്ടോ. നമ്മൾ ഈ മടി മാറ്റാനേ തലേന്ന് രാത്രി ഞാൻ ഇതേ രീതിയിൽ ക്ലീൻ ചെയ്ത് അങ്ങോട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. പിറ്റേന്ന് നമ്മൾ വരുന്ന സമയത്ത് നല്ല നീറ്റായിരിക്കും, നല്ല രീതിയിൽ തന്നെ നമുക്ക് കിച്ചണിലെ ജോലികളൊക്കെ ചെയ്യാനുള്ള ഒരു ഉന്മേഷം നൽകും കേട്ടോ. അതേപോലെ തന്നെയാണ് രാവിലെ എണീറ്റ് വന്ന ഉടനെ കിച്ചണിലെ ജനലകളൊക്കെ ഒന്ന് തുറന്നിടുക കേട്ടോ. ഇന്നലെ നല്ല മഴ പെയ്തുകൊണ്ട് തന്നെ നല്ലൊരു തണുപ്പും ഒരു കൂളിങ്ങും ഒക്കെ ഉണ്ട് കേട്ടോ. ആദ്യം ഞാൻ ചായക്കുള്ള വെള്ളമാണ് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് നല്ലപോലെ കാഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടും അതുപോലെ ഇതിപ്പോൾ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുത്ത് അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ചായപ്പൊടിയും കൂടിയും ചേർത്ത് ചായ അങ്ങോട്ട് റെഡിയാക്കി എടുക്കുന്നുണ്ട്. പണ്ട് എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ ഇപ്പോൾ എൻ്റെ വീഡിയോ കാണുന്നുണ്ട്, കമൻറ്റിൽ ഒരുപാട് കാര്യങ്ങൾ അറിയിച്ചിട്ടുണ്ട് എന്നുള്ളതിൽ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ. കാരണം ആദ്യമൊക്കെ നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ പോകുന്നുണ്ടായിരുന്നു. പിന്നീട് നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊന്നും ഇല്ലാഞ്ഞിട്ടാണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. വീഡിയോസ് നോട്ടിഫിക്കേഷനൊന്നും ആരിൽ എത്തുന്നില്ല എന്ന് തോന്നുന്നുണ്ട് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്തവർക്ക് നോട്ടിഫിക്കേഷൻ കിട്ടണില്ല എന്നുണ്ടെങ്കിൽ അൺസബ്സ്ക്രൈബ് ചെയ്ത് വീണ്ടും സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് വെക്കുകയാണെങ്കിൽ കുറേയൊക്കെ നോട്ടിഫിക്കേഷൻ വരും കേട്ടോ. അപ്പോൾ ഇന്ന് സിമ്പിളായിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റാണ്, ബ്രെഡ് പൊരിയാണ് ഇട്ട് ഉണ്ടാക്കിയെടുക്കുന്നത്. അതാകുമ്പോൾ മക്കൾക്കും ഇഷ്ടമാണ്, പിന്നെ ഞാനും മക്കളും മാത്രമാണല്ലോ. അപ്പോൾ പിന്നെ സിമ്പിളായിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് തന്നെ ആവട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ. ആദ്യം കോഴിമുട്ടയും പാലും ഏലക്കായും പഞ്ചസാരയൊക്കെ ഇട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ബ്രെഡ് എടുത്തിട്ടുണ്ട്. ബ്രെഡ് ഇവിടെ ഓൾറെഡി ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് പെട്ടെന്ന് നമുക്ക് സിമ്പിളായിട്ടൊരു ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കി എടുക്കുന്നത്. അങ്ങനെ പാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടായപ്പം അതിലേക്ക് നമ്മൾ മിൽമൻ്റെ നെയ്യ് തന്നെയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അതൊക്കെ ചേർത്തിട്ട് ബ്രെഡ് പൊരി ഉണ്ടാക്കാൻ ഒരുങ്ങണം കേട്ടോ. അങ്ങനെ നല്ലപോലെ ചൂടായതിന് ശേഷം ബ്രെഡ് എടുത്തിട്ട് ആ ഒരു ബാറ്ററിൽ മുക്കിയിട്ട് ബ്രെഡ് പൊരി അങ്ങോട്ട് ചുട്ടെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് മൂന്നാൾക്ക് കഴിക്കാനുള്ള മാത്രമാണ് റെഡിയാക്കി എടുക്കുന്നത്. നമ്മളിപ്പോൾ പല കാര്യങ്ങളും ചിന്തിച്ച് കൂട്ടുന്നത് കൊണ്ടും പിന്നെ നമുക്ക് ഇതെന്നെക്കൊണ്ട് പറ്റില്ല എന്നൊക്കെ തോന്നുമ്പം അല്ലെങ്കിൽ അത്രക്കും മെസ്സിയായി കിടക്കുമ്പോഴൊക്കെയാണ് കേട്ടോ മടി കൂടുതലായിട്ട് നമ്മളിലേക്ക് തന്നെ വരിക. ഇങ്ങനെ മടി പിടിച്ചിരുന്നിട്ടുണ്ടെങ്കിൽ കാര്യങ്ങൾ അത്ര പെർഫെക്റ്റായിട്ട് നടക്കില്ല, നമുക്കൊരുപാട് സമയവും വേണ്ടി വരും കേട്ടോ. അപ്പോൾ മാക്സിമം മടിയൊക്കെ മാറ്റാനുള്ള ട്രിക്കും ടിപ്സും കാര്യങ്ങളൊക്കെ ഒന്ന് ഫോളോ ചെയ്തിട്ട് അതിനനുസരിച്ചിട്ട് മുന്നോട്ട് നീങ്ങിയാൽ മതി. മടി പിടിക്കാനുള്ള റീസൺ എന്താണെന്നുള്ളതാണ് കേട്ടോ ആദ്യം കണ്ടെത്തേണ്ടത്. എന്നിട്ട് വേണം അതിനുള്ള ഒരു പരിഹാരം കണ്ടെത്താൻ വേണ്ടിയിട്ട് കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എത്ര ചിന്തിച്ച് കൂട്ടിയിട്ടും നമ്മളെ മടി മാറ്റാൻ നമുക്ക് കഴിയില്ല കേട്ടോ. ഈ ഒരു ജോലി ചെയ്യാൻ ഞാൻ മാത്രമേ ഉള്ളൂ, ഞാൻ ചെയ്താലേ ഈ ജോലികൾ തീരുള്ളൂ എന്നുള്ള ബോധം ഉണ്ടായാൽ തന്നെ നമ്മളെ പണികളൊക്കെ നമുക്ക് പെട്ടെന്ന് തീർക്കാനും മടി ഇല്ലാതാക്കാനും ഒക്കെ കഴിയും കേട്ടോ. നമുക്ക് താങ്ങാൻ ഒരാളുണ്ടാവുമ്പോഴേ നമുക്ക് തളർച്ച തോന്നുള്ളൂ എന്ന് പറയുന്ന പോലെ താങ്ങാൻ ആളില്ലാത്തവർക്ക് എവിടെയും ഒരു തളർച്ച ഉണ്ടാവില്ല കേട്ടോ. കാരണം അവരുടെ കാര്യങ്ങളൊക്കെ പെർഫെക്റ്റായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർ വിചാരിക്കണം. അതുകൊണ്ട് തന്നെ ചില കാര്യങ്ങളൊക്കെ ചിന്തിച്ച് കൂട്ടിയാൽ തന്നെ നമ്മൾ കുറച്ചൊക്കെ നമുക്ക് റെഡിയാക്കിയെടുക്കാം. ഇനി ബ്രെഡ് പൊരിയും കാര്യങ്ങളൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ നെയ്നും ഇഷുവൊക്കെ ഒരുമിച്ചാണ് കേട്ടോ ചായ കുടിക്കുക. ഇഷുവിന് മദ്രസ് പോണ ആ ടൈമിൽ തന്നെ നെയ്നും എണീക്കും. അപ്പോൾ അവർക്ക് രണ്ടാക്കും ചായ കൊടുത്തിട്ട് ഞാൻ വേഗം വന്നിട്ട് ബെഡ്ഷീറ്റും ബ്ലാങ്കറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് മടക്കി വെക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ എല്ലാവരും ഒരുമിച്ചാണ് കേട്ടോ കിടക്കുന്നത്. അപ്പം എല്ലാം ഒന്ന് മടക്കി വെക്കാൻ. അപ്പോൾ തലയണയും ബ്ലാങ്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് റെഡിയാക്കി വെക്കുകയാണ് കേട്ടോ. ഇന്ന് ഞാൻ വിചാരിച്ചത് ഡൈനിങ് ഹാളിലുള്ള ഈ ഒരു ഷോക്കേസ് ഉണ്ട് കേട്ടോ, ഈ ഷോക്കേസ് ഒന്ന് ക്ലീൻ ആക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ്. നല്ലപോലെ പൊടിയും അതുപോലെ അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് മാറാലി ആയിട്ടുണ്ട്. ദിവസമായിട്ടോ ഈ ഒരു ഷോക്കേസ് ക്ലീൻ ചെയ്യണം, അവിടെ ഇവിടെയൊക്കെ ഒന്ന് ക്ലീൻ ആക്കണം എന്നുള്ള വിചാരിക്കുന്നു കേട്ടോ. വിചാരിച്ച് നിന്നാൽ അങ്ങോട്ട് നടക്കൂല. അതുകൊണ്ട് തന്നെ ഇന്ന് തന്നെ അങ്ങോട്ട് ക്ലീൻ ആക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇന്ന് ഈ ഒരു ഏരിയ മാത്രമാണ് ക്ലീൻ ആക്കാൻ ഇരിക്കുന്നത്. ആദ്യം തന്നെ ഈ ഷോക്കേസിലുള്ള സംഭവങ്ങളൊക്കെ ഒന്ന് പുറത്തേക്ക് എടുക്കട്ടെ കേട്ടോ. അപ്പോൾ ടേബിൾ മേലേക്ക് എല്ലാ സംഭവങ്ങളും നേരത്തെ അങ്ങോട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ ആണെങ്കിൽ ഉപ്പിമ്മ അല്ലാത്ത മുതൽ ഫുള്ളുണ്ടെന്ന് പറയും പോലെയാണ് എല്ലാ മുതലും ഉണ്ട് കേട്ടോ. എത്ര നമ്മൾ എന്താ പറയുക നല്ല വൃത്തിക്ക് വെച്ചാലും
ചെയ്താലും പെട്ടെന്ന് തന്നെ മെസ്സി ആയി കിടക്കും കേട്ടോ. കാരണം കുട്ടികളൊക്കെ ഉണ്ടാകുമ്പോൾ അതാണ് സ്ഥിതി. ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് ഇതങ്ങോട്ട് ക്ലീൻ ആക്കണം കേട്ടോ. ഞാൻ അധികം നമ്മൾ അടിച്ചു വാരുന്ന ടൈമിൽ കുറേയൊക്കെ റെഡിയാക്കി വെക്കാനാണ് കേട്ടോ നോക്കാറുള്ളത്. അങ്ങനെ എന്താ ടേബിൾ മേൽ എല്ലാ സംഭവങ്ങളും വെച്ചിട്ടുണ്ട് കേട്ടോ. കുറേ മരുന്നും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ എന്താ ഒരു നനഞ്ഞ ക്ലോത്ത് ഉപയോഗിച്ചിട്ട് മൊത്തം ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ആദ്യം തന്നെ നമുക്ക് എന്താ പറയുക, ക്ലീനിങ്ങിലേക്ക് ഇറങ്ങുമ്പോൾ നമുക്ക് വേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ എടുത്ത് ഒഴിവാക്കുക എന്നുള്ളതാണ് കേട്ടോ. വെറുതെ ഇങ്ങനെ കൂട്ടി കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ എല്ലാ ഭാഗത്തും സ്ഥലം കുറച്ച് കൂടുതലായിട്ട് വേണ്ടി വരും കേട്ടോ. അപ്പോൾ ഞാൻ ആവശ്യമില്ലാത്തതൊക്കെ ഒന്ന് ഒഴിവാക്കുന്നുണ്ട്. ഇത് യൂനോ കാർഡാണ് കേട്ടോ. ഇങ്ങനത്തെ കാർഡ് ഇഷ്ടം മാതിരി ഇവിടെ ഉണ്ട്. അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട് പൊടിയൊക്കെ തട്ടിയെടുക്കാൻ. അങ്ങനെ പൊടിയൊക്കെ തട്ടിയെടുത്ത് പിന്നെ ഈ ഒരു ഇതിലാണ് ഞാൻ പിന്നെ മരുന്നും കാര്യങ്ങളൊക്കെ, അപ്പോൾ എക്സ്പയറി ആയിട്ടുള്ള മരുന്നും കാര്യങ്ങളൊക്കെ മാറ്റുന്നുണ്ട് കേട്ടോ. അതിന് തുടച്ച് കഴിഞ്ഞ് ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മളെല്ലാം ഒന്ന് സെറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇതുപോലത്തെ എന്താ പറയുക സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒരു സൈഡിലേക്ക് തന്നെ മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് സംഭവം ഒരു ഊതിൻ്റെ ഒരു ഇതാണ് കേട്ടോ. നല്ല സ്മെല്ലാണ്. ഇതിൻ്റെ കറക്റ്റ് പേരെന്താണെന്നൊന്നും എനിക്കറിയില്ല. ഇതിങ്ങനെ ഓൺലൈനിലായിട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ചെറി. പക്ഷേ കത്തിച്ചുകൊണ്ട് നമ്മളെ വീട്ടിൽ ഊതൊക്കെ ഇങ്ങനെ കത്തിച്ച് വെക്കുമല്ലോ, അതേപോലത്തെ നല്ല നല്ല ഫ്ലേവറിൽ എന്താ പറയുക നല്ല നല്ല സ്മെല്ലാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ഈ ഒരു ഷോക്കേസ് ഇതേപോലെ ഒന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഹെൽമെറ്റും അതുപോലെ മയക്കോട്ടൊക്കെ ഉണ്ടായിരുന്നേ, അതൊക്കെ അവിടെ സെറ്റ് ചെയ്ത് വെച്ചു. പിന്നെ നേരെ വന്നിട്ട് മൊത്തം ഒന്ന് അടിച്ചാരി എടുക്കുകയാണ് കേട്ടോ. ഇപ്പം എന്താ അറിയില്ല, ഈച്ചയും അതേപോലെ മറ്റേ ചോണനുറുമ്പുണ്ടല്ലോ, അതൊക്കെ ഇപ്പം നല്ല പോലെ വരുന്നുണ്ട് കേട്ടോ. ഞാൻ കുറച്ച് ദിവസം ഇല്ലാഞ്ഞിട്ടാണെന്ന് തോന്നുന്നുണ്ട്. അപ്പം ഞാൻ മൊത്തം ഒന്ന് അടിച്ചു വാരി എടുക്കുന്നുണ്ട്. ഒരു ദിവസം എടുക്കുന്ന പണികൾ അന്നാന്ന് നമ്മൾ പ്ലാനിങ്ങോടുകൂടി ചെയ്യുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ തന്നെ തീർക്കാൻ പറ്റും കേട്ടോ. ഇന്നിപ്പോൾ ഞാൻ വിചാരിച്ചത് ഈ ഒരു ഭാഗം കണ്ട് ക്ലീൻ ആക്കാമെന്നാണ് കേട്ടോ. ആ ഒരു ഭാഗം തന്നെയാണ് സിമ്പിളായിട്ട് നിങ്ങൾക്ക് തോന്നും, പക്ഷേ കുറച്ചൊരു കഷ്ടപ്പാടൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ നമ്മളെ വാഷ് ബേസിൽ അത്യാവശ്യം നല്ല പോലെ എന്താ പറയുക ഇതാക്കാനുണ്ടായിരുന്നു കേട്ടോ, ക്ലീൻ ചെയ്യാനുണ്ടായിരുന്നേ. അപ്പോൾ അതും ഈ ഒരു ബ്രഷ് ഉപയോഗിച്ച് കുറച്ച് എന്താ പറയുക നമ്മളെ ഹാൻഡ് വാഷൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ ഞാനിത് ക്ലീൻ ആക്കുന്നത്. അങ്ങനെ മൊത്തം എല്ലാ ഭാഗവും ഒന്ന് ക്ലീൻ ആക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം ഉണ്ട് എന്നുള്ളത് കേട്ടോ. കാരണം ഇത് നമുക്ക് തേച്ചൊക്കെ കഴിഞ്ഞിട്ടില്ലായിരുന്നു. ഇങ്ങനെ ബ്രഷ് ഉപയോഗിച്ചിട്ട് തന്നെ നല്ലപോലെ ഒന്ന് ക്ലീൻ ആക്കുന്നുണ്ട് കേട്ടോ. ഈ ബ്രഷൊക്കെ ഞാൻ ഇവിടെ അടുത്തുള്ള കടയിൽ നിന്ന് വാങ്ങിയതാണ്. ഇങ്ങനത്തെ ബ്രഷും കാര്യങ്ങളൊക്കെ നമ്മൾ അധികവും വാങ്ങാറുള്ളത് മുക്കത്തുള്ള ഒരു ഷോപ്പിൽ നിന്നാണ് കേട്ടോ. അവിടെ നിന്നാകുമ്പോൾ നമുക്ക് കുറഞ്ഞ റേറ്റിൽ തന്നെ നല്ലപോലെ എന്താ പറയുക നമുക്ക് ഇഷ്ടപ്പെടുന്ന സംഭവങ്ങളൊക്കെ കിട്ടുന്നുണ്ടോ. അപ്പോൾ ഞാൻ ഇതാ മൊത്തം ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് നെയ്നുവിനെ അങ്കലവാടി കൊണ്ടുപോയാക്കിയത് കേട്ടോ. പിന്നെ നമ്മൾ നേരെ വന്നിട്ട് ഈ ഞാൻ പറഞ്ഞിട്ടില്ലേ നേരത്തെ എന്തോ ഒരു ഊത് പോലത്തെ സംഭവമാണ് ഇട്ടത്. ഇത് കറക്റ്റ് എന്താണെന്നറിയില്ല, വേണമെന്നുണ്ടെങ്കിൽ ഞാൻ വീഡിയോയിൽ കാണിക്കേണ്ട കേട്ടോ. ആർക്ക് വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി കേട്ടോ. അങ്ങനെ ഇത് എവിടുന്നാണ് വാങ്ങിയതെന്നുള്ള ഒന്നും അറിയില്ല, ഓൺലൈനായിട്ടാണെന്ന് മാത്രം അറിയാം. അങ്ങനെ അതൊക്കെ ഒന്ന് കത്തിച്ച് നമ്മളെ വീടൊക്കെ ഒന്ന് നല്ലൊരു സ്മെല്ലാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാനൊരു പിസ്ത വെള്ളം കൂടി കലക്കിയെടുത്തു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയുള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ. അസ്സലാമു അലൈക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.